ആൾക്കാരെ പപ്പടം കൊടുത്ത് ഭീഷണിപ്പെടുത്തല. ഉറക്കെ പറയേ കേൾക്കട്ടെ എല്ലാരും. അമ്മായി അമ്മായി ആ അമ്മായി ആ പപ്പടം കൊടുത്ത് ഭീഷണിപ്പെടുത്തലാണോ? അമ്മായി പപ്പടം കൊടുത്ത് ഭീഷണിപ്പെടുത്തിക്കാണ്ടാണ് കൊടുക്കണതെന്നോ? പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇതേ ചോദ്യം എന്നോട് കുറച്ച് ആളുകൾ മുന്നേ ചോദിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെറുങ്ങനൊരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഇവിടെ നമ്മളെ പമ്പിൽ പോകുമ്പോൾ ഒരു 5-6 ആൾക്കാർ എന്നോട് ചോദിച്ചു, ഞാൻ ഭീഷണിപ്പെടുത്തിക്കാണ്ടാണ് പപ്പടം കൊടുക്കുന്നത് എന്നൊക്കെ ഒരു പരാതി കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്തിൻ്റെ കസ്റ്റമറുകളോട് പറയലെന്താ അറിയോ, സാറേ ഒരു 2 കൂടി പപ്പടം വാങ്ങിച്ചൊരു സഹായം തരുമോ എന്നാണ് ചോദിക്കൽ. അല്ലെങ്കിൽ ആർക്കും വേണമെങ്കിലും ചോദിക്കാം. ഇതിൻ്റെ അടുത്ത് പപ്പടം വാങ്ങാൻ വരുന്ന ആളുകൾക്കൊക്കെ അറിയാതെ എങ്ങനെ ഞാൻ കൊടുക്കുന്നത്, പപ്പടം എങ്ങനെ വിറ്റ് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു അർഹത എനിക്കുള്ളൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളുമാണ് ഞാൻ ഈ കൊണ്ടുവന്നുകൊണ്ട് വിറ്റുകൊണ്ട് പൈസ ആക്കിയിട്ട് എൻ്റെ മക്കൾക്ക് ലാവിഷായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പം ഞാനത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ സാറേ ഒരു 2 പപ്പടം വാങ്ങിച്ചൊരു സഹായം തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് വേറെ ഒരു വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു വേറൊരു അർത്ഥം ഞാനതിന് കാണുന്നില്ല. അതല്ല അതിൻ്റെ ശരി. ഞാൻ അർഹതപ്പെട്ടൊരു വ്യക്തിയാണ്. കാരണം ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ല. ഭർത്താവിനെ ഉപേക്ഷിച്ച് പോണ സ്ത്രീകൾക്ക് ചിലവിന് കൊടുക്കണ്ട എന്നൊരു കോടതിയിൽ നിന്ന് ഞാനിത് കണ്ടു. ഏതൊരു കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് ഭാര്യനെ ഉപേക്ഷിച്ച് പോണ ഭർത്താവിനും ഈ ഭാര്യക്കും മക്കൾക്കും ചിലവിന് കൊടുക്കണം എന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ എനിക്ക് തൽക്കാലം ഇപ്പോൾ അതിനൊന്നും താല്പര്യമല്ല. മൂപ്പര് ഇഷ്ടത്തിന് മൂപ്പര് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ മൂപ്പര് വഴിക്ക് പോയി. ഞാൻ എൻ്റെ കുട്ടികളെ നോക്കി അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ദയവ് വിചാരിച്ചെങ്ങാണ്ട് ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ കുട്ടി ചോദിച്ച മാതിരി പപ്പടം ഭീഷണിപ്പെടുത്തിങ്ങാണ്ടൊന്നും ഞാനൊരു മനുഷ്യന് കൊടുക്കണില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പോരുന്നുണ്ട്. വേണ്ട ആളുകൾ അൽഹംദുലില്ലാ 5 വാങ്ങുന്നവരുണ്ട്, പൈസ തന്ന് സഹായിക്കുന്ന ആൾക്കാരുണ്ട്. 2 പപ്പടം വാങ്ങി 40 ഉറുപ്പ്യ തന്ന് താത്ത അത് വെച്ചോളി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരുപാട് മനുഷ്യന്മാർ, നല്ല 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 മനുഷ്യന്മാരുണ്ട്. വാങ്ങാതെ ഇന്നിപ്പോൾ പപ്പടം വേണ്ട ആൾക്കാരുണ്ടാവില്ലല്ലോ. അൽഹംദുലില്ലാ. ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദയവ് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ഞാനൊരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തിങ്ങാണ്ട് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് വിൽക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. അത് അർഹതപ്പെട്ട കൈകൾക്ക് എൻ്റെ റബ്ബ് എത്തിച്ച് കൊടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം ഒരു മെസ്സേജ് ആക്കി വീഡിയോ ആക്കിയിട്ട് നിങ്ങളോട് പറയാമെന്നുള്ളൊരു ഇതിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ വേറെന്താ പൊന്നെ പറയാനുള്ളത് അമ്മേൻ്റെ പൊന്നിന്? അമ്മ അതിൻ്റെ വീഡിയോ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാൻ പറയും. അമ്മേൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ലൈക്ക് ഷെയർ ചെയ്യാട്ടോ. ഇതിൻ്റെ അനിയൻ്റെ പൊന്നോരെ മോനാണ്. അനിയന് പേരെന്നുള്ളൂ കേട്ടോ. ഇവൻ എൻ്റെ ചങ്കാണ്. ഓനോൻ്റെ അമ്മാനും വേണ്ട, ഓൻ്റെ ബാപ്പാനും വേണ്ട, ഓൻ എൻ്റെ മൂട്ടിൽ കൂടെയാണ് ഇവന് അല്ലേ. ടാറ്റ കൊടുക്കാം എല്ലാവർക്കും. ഓക്കെ, ബൈ ബൈ, സി യു.